ഏവർക്കും സ്വാഗതം. If the points with the vector alpha I plus 10j plus 13k, 6i plus 11j plus 11k, 9/2i plus beta j minus 8k are collinear, then 19 alpha minus 6 beta the whole square is 36, 16, 25, 14 എന്നീ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ജെയ്ക്ക് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് ചോദ്യത്തിൻ്റെ വിശദാംശത്തോട് കിടക്കാം. ഇഫ് ദ പോയിൻറ്റ്സ് ആർ കൊളിനിയർ, 3 പോയിൻറ്റ്സ് ആർ കൊളിനിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3 പോയിൻറ്റ്സ് ആർ കൊളിനിയർ എന്ന് പറയുമ്പോൾ ഒരു ലൈനിലാണ്, അല്ലെങ്കിൽ ആ ലൈൻ പാരലാണ്, എ ബി സി. നമ്മൾ ആദ്യം കണ്ടതിൻ്റെ കണ്ടീഷൻ എന്താണ്? 3 പോയിൻറ്റ്സ് കൊളിനിയർ ആണെന്ന് പറഞ്ഞാൽ A1/A2 ഈസ് ഈക്വൽ ടു B1/B2 ഈസ് ഈക്വൽ ടു C1/C2 ആയിരിക്കും. ഇത് തുല്യമായിരിക്കും എന്നുള്ളതാണ് കൊളിനിയർ അല്ലെങ്കിൽ പാരലൽ ആവുന്നതിൻ്റെ കണ്ടീഷൻ. അപ്പം നമുക്കിവിടെ ഇവിടെ തന്നിരിക്കുന്ന 3 പോയിൻറ്റ്സ് ആണ്. എ എന്ന പോയിൻ്റ്, ഇത് എ എന്ന പോയിൻ്റ്, ഇത് ബി എന്ന പോയിൻ്റ്, ഇത് സി എന്ന പോയിന്റ്. ഇത് അപ്പോൾ 3 പോയിൻ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. വെക്റ്റർ ലീവ് ദ പോയിന്റ്സ് ഓഫ് ദ വെക്റ്റർ വിത്ത് വെക്റ്റർ. അപ്പോൾ 3 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ A1 A2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പൊസിഷൻ വെക്റ്റർ ഓഫ് എ ബി ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പൊസിഷൻ വെക്റ്റർ ഓഫ് എ ബി. പൊസിഷൻ വെക്റ്റർ ഓഫ് എ ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ബി പോയിന്റിൽ നിന്നും എ പോയിന്റ് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ എന്താണ്? 6 മൈനസ് ആൽഫ. അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റ് കിട്ടി. ആ 6 മൈനസ് ആൽഫ ഇൻറ്റു ഐ പ്ലസ് 11 മൈനസ് 10, അതായത് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ, പ്ലസ് 11 മൈനസ് 13k. 11k മൈനസ് 13k എത്രയാണ്? മൈനസ് 2k. നമുക്കിവിടെ എഴുതാം മൈനസ് 2k എഴുതാം. അപ്പോൾ എ ബി എന്നൊരു വെക്റ്റർ നമുക്ക് കിട്ടി. ഇനി എന്താണ്? പൊസിഷൻ വെക്റ്റർ ഓഫ് ബി സി കണ്ടുപിടിക്കാം. ബി സി എന്താണ്? ബി 9/2 മൈനസ് 6, 9/2 മൈനസ് 6, 9/2 മൈനസ് 6 വെച്ചാൽ 9 മൈനസ് 12 എത്രയാണ്? മൈനസ് 3. മൈനസ് 3/2 ഐ. അതുപോലെ ബീറ്റ ജെ മൈനസ് 11j ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ബീറ്റ മൈനസ് 11 ഇൻറ്റു ജെ, 11 ഇൻറ്റു ജെ. പിന്നെ ഇതാണ് മൈനസ് 8k മൈനസ് 11k ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 19k, മൈനസ് 19k. ഇനി A1 എന്താണ്? A1 എന്ന് പറഞ്ഞാൽ 6i ആണ്, 6 മൈനസ് ആൽഫയാണ്. അപ്പോൾ നമുക്ക് എഴുതാം 6 മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ A2 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 3/2, മൈനസ് 3/2 ഈസ് ഈക്വൽ ടു ജെ എത്രയാണ്? 1 ആണ്, ഡിവൈഡഡ് ബൈ ബി മൈനസ് 11, ബീറ്റ മൈനസ് 11 ഈസ് ഈക്വൽ ടു മൈനസ് 2/-19. അപ്പോൾ ഈ 3 വാല്യൂസ് തുല്യമാണെങ്കിൽ ആദ്യം നമുക്ക് ആൽഫയുടെ വാല്യൂ എന്താണ്? ആദ്യത്തിൽ നിന്നും അവസാനത്തിൽ നിന്നും കണ്ടെത്തണം. അപ്പോൾ ഇവിടുത്തെ മൈനസും മൈനസും ക്യാൻസലായി പോകുമല്ലോ. അപ്പോൾ 6 മൈനസ് ആൽഫ ഡിവൈഡ് ബൈ മൈനസ് 3/2 എന്ന് പറയുമ്പോൾ മൈനസ് 2/3 ഇൻറ്റു 6 മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു 2/19. അപ്പോൾ ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 2ഉം കട്ട് ചെയ്ത് പോകും. 19 ഇൻറ്റു 6 കിട്ടുക. 19 ഇൻറ്റു 6 മൈനസ് 114, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 19 ആൽഫ ഈസ് ഈക്വൽ ടു ഈ 3 ക്രോസ് ഇവിടെ വരുമ്പോൾ പ്ലസ് 3 ആവും. അപ്പം പ്ലസ് 3 ആവും. അപ്പം 19 ആൽഫ എന്ന് പറയുന്നത് എന്താണ്? 3 പ്ലസ് 114 ആയി വരും 117. അപ്പോൾ ആൽഫ എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു 117 ഡിവൈഡഡ് ബൈ 19 എന്നുള്ളൊരു വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യം
ആൽഫയുടെ വാല്യൂ കിട്ടി. ഇതുപോലെ നമുക്ക് ഇവിടുന്ന് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബീറ്റയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എന്താണ് ബീറ്റ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് 19 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബീറ്റ 2 ബീറ്റ പ്ലസ് 2 ഇൻറ്റു 11 22. അപ്പോൾ 22 ഇവിടെ 22 പ്ലസ് 22 അല്ല -22 ആണ്. എന്താണ് 2 ഇൻറ്റു -11 എന്ന് പറയുന്നത് -22 ആണ്. അപ്പോൾ -22 ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 41/2 എന്ന് പറയുന്നതാണ് ബീറ്റയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫയും ബീറ്റയും കിട്ടി. ഇനി നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 19 ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 117 ഡിവൈഡഡ് ബൈ 19 മൈനസ് 6 ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞത് 41/2 ഹോൾ സ്ക്വയർ. അപ്പോൾ 19 ക്യാൻസൽ ചെയ്തു പോവും. 2 6 എത്ര കിട്ടും? 3 കിട്ടും. അപ്പം 117 മൈനസ് 3 ഇൻറ്റു 41 123 ദ ഹോൾ സ്ക്വയർ. 117 മൈനസ് 123 എന്ന് പറഞ്ഞാൽ -6 ദ ഹോൾ സ്ക്വയർ. -6 ദ ഹോൾ സ്ക്വയർ എന്താണ്? 36. അപ്പോൾ ഉത്തരം നമുക്ക് എന്ത് കിട്ടി? 36 എന്നുള്ള ഉത്തരം കിട്ടി. ഇതാണ് ചോദ്യത്തിലുള്ള ഉത്തരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.